സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പത്രം വായിക്കുമ്പോഴും വാർത്ത കേൾക്കുമ്പോഴും ഒക്കെ 6 മാസത്തിന് ശേഷം പ്രതിപിടിയിൽ, 2 വർഷത്തിന് ശേഷം മോഷണ കേസിലെ പ്രതിപിടിയിൽ, 8 വർഷത്തിന് ശേഷം കൊലപാതക കേസിലെ പ്രതിപിടിയിൽ, ഇത്തരത്തിലുള്ള പല വാർത്തകളും നമ്മൾ പലതവണ കേൾക്കാറുണ്ട്. ഏതെങ്കിലും ഒരാൾ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്ത് വർഷങ്ങളോളം ഒളിവിൽ താമസിച്ചാൽ അയാളുടെ വീട്ടുകാർക്കെതിരായി എന്തെങ്കിലും പ്രത്യേക നിയമ നടപടി ഉണ്ടാവുമോ? കൂടാതെ അയാൾക്കെതിരായി പോലീസും കോടതിയും പൊതുവിൽ സ്വീകരിക്കുന്ന നിയമ നടപടികൾ എന്തെല്ലാമാണ്? ഈ വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 212 വകുപ്പിലും ഭാരതീയ ന്യായ സംഹിതയിലെ 249 വകുപ്പിലുമാണ് ഹാർബറിംഗ് ഒഫൻഡർ അഥവാ കുറ്റവാളിക്ക് പാർപ്പിടം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ കുറ്റവാളിയെ ഒളിവിൽ പാർപ്പിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ സെക്ഷനിലാണ്. ഇതനുസരിച്ച് ഏതെങ്കിലും ഒരാൾ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നറിഞ്ഞുകൊണ്ട് അയാളെ ഒളിവിൽ താമസിപ്പിക്കുന്നതോ അയാളെ നിയമത്തിന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വാഹനങ്ങളോ മറ്റു സൗകര്യങ്ങളോ ഏർപ്പെടുത്തി കൊടുക്കൽ ഹാർബറിംഗ് ഒഫൻഡർ എന്ന് പറയുന്ന കുറ്റകൃത്യത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് അത് ആരാണെങ്കിലും, ഉറ്റ ബന്ധുക്കളാണെങ്കിലും, അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും, അയൽവാസികളാണെങ്കിലും, നാട്ടുകാരാണെങ്കിലും, ആരാണെങ്കിലും അവർക്കെതിരെ പോലീസിന് വേണമെങ്കിൽ ഹാർബറിംഗ് ഒഫൻഡറിന് കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അത് മാതാപിതാക്കന്മാരാണെങ്കിൽ പോലും, നമ്മുടെ അച്ഛനമ്മമാരാണെങ്കിൽ പോലും വേണമെങ്കിൽ തെളിവുണ്ടെങ്കിൽ പോലീസിന് ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വകുപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കാര്യം മാതാപിതാക്കന്മാർ ചെയ്താൽ തന്നെയും പോലീസ് അവർക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്യാറില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ കോടതിയിൽ പ്രോസിക്യൂഷനും കോടതിക്കും ഇവരുടെ മാതാപിതാക്കന്മാരുടെ ഇന്റൻഷൻ തെളിയിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായതിനാൽ അത്തരം ഒരു കാര്യത്തിന് പോലീസ് വല്ലാതെ മുതിരാറില്ല. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഹാർബറിംഗ് ഒഫൻഡറിന്റെ കുറ്റകൃത്യത്തിൽ നിന്ന് നിയമപരമായി എക്സെപ്ഷൻ കൊടുത്ത് ഒഴിവാക്കപ്പെട്ട ഒരു വിഭാഗമാണ് ഭാര്യയും ഭർത്താക്കന്മാരും. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, മാതാപിതാക്കന്മാരെക്കാളും സ്ഥാനമാണോ ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്ന്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊന്നും ഒരു കാര്യത്തെ നോക്കി കാണുന്ന പോലെയല്ല രാജ്യത്തെ നിയമവും കോടതിയും ഒരു വിഷയത്തെ നോക്കി കാണുന്നത്. ഇത് പ്രകാരം ഭർത്താവ് ഒരു കുറ്റം ചെയ്തു എന്ന് അറിഞ്ഞുകൊണ്ട് ഭർത്താവിനെ ഭാര്യ ഒളിവിൽ താമസിപ്പിച്ചാലോ, ഭാര്യ ഒരു കുറ്റം ചെയ്തു എന്നറിഞ്ഞുകൊണ്ട് ഭാര്യയെ ഭർത്താവ് ഒളിവിൽ താമസിപ്പിച്ചാലോ ഹാർബറിംഗ് ഒഫൻഡറിന്റെ പരിധിയിൽ വരില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഈ 212 വകുപ്പില് IPC ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. പല ക്രിമിനൽസും നമ്മളെ നാട്ടിൽ കുറ്റം ചെയ്ത് സംസ്ഥാനത്തിന് പുറത്തേക്കും വേറെ ചില ആളുകൾ രാജ്യത്തിന്റെ പുറത്തേക്കും കടന്ന് കുറേ വർഷങ്ങൾ അവിടെയൊക്കെ ഒളിവിൽ താമസിച്ച് വരാറുണ്ട്. ഇത്തരം ആളുകൾക്കെതിരായി പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചാൽ കോടതി അവർക്ക് സമൻസ് അയക്കുകയും അതിനുശേഷം വാറണ്ട് അയച്ച് വർഷങ്ങളോളം പലതവണ ഇതിങ്ങനെ ആവർത്തിച്ച് ചെയ്തിട്ടും കുറ്റവാളികൾ കോടതിയിൽ ഹാജരായിട്ടില്ലെങ്കിൽ കോടതി ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇവർക്കെതിരായി ഇയാളെ ഒരു പ്രഖ്യാപിത കുറ്റവാളിയായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. അതിനുശേഷം വേണമെങ്കിൽ കോടതിക്ക് ഇയാളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ മുഴുവനും ജപ്തി ചെയ്ത് പിടിച്ചെടുക്കാനുള്ള അധികാരം കൂടെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇത്തരം നടപടികളൊക്കെ നമ്മുടെ പോലീസും കോടതിയും ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമ്മുടെ നാട്ടിലെ പോലീസാണ്. രണ്ടാമതായി ഈ പോലീസിനെ പലപ്പോഴും നിയന്ത്രിക്കാറുള്ളത് നമ്മുടെ രാഷ്ട്രീയ ഭരണകൂടങ്ങളാണ്. കുറെ വർഷങ്ങളായി കൊട്ടേഷൻ സംഘങ്ങളോടും ഗുണ്ടകളോടും ഒക്കെ ഇവിടുത്തെ മാറി വരുന്ന രാഷ്ട്രീയ ഭരണകൂടം എന്ത് നടപടികളാണ് സ്വീകരിക്കാറുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളൊക്കെ കരുതുന്നതിന്റെ എത്രയോ അപ്പുറത്താണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള കേസുകളുടെ എണ്ണവും ബാഹുല്യവും. പോലീസിനും കോടതിക്കും കോടതി സൗകര്യങ്ങൾക്കും ഒക്കെ താങ്ങാൻ കഴിയുന്നതിന്റെ എത്രയോ അപ്പുറത്താണ് കോടതിയിൽ എത്തിപ്പെടുന്ന കേസുകളുടെ എണ്ണം. അതും ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട്
വർഷങ്ങളോളം ഒളിവിൽ പോകുന്ന പല പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്ത് പിടിച്ചെടുക്കുന്ന നടപടികൾ പൊതുവിൽ നമ്മൾ കാണാറില്ല. ഇത്തരം കേസുകളൊക്കെ കോടതിയിൽ LP കേസുകളായി, ലോങ് പെൻഡിങ് കേസുകളായി കോടതിയിൽ അങ്ങനെ കെട്ടിക്കിടക്കാറാണ് പതിവ്. അപൂർവമായെങ്കിലും പ്രതികളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന കാര്യം നടക്കാറുള്ളത് തീവ്രവാദ കേസുകളിലും, അതായത് രാജ്യദ്രോഹ കേസുകളിലും, സർക്കാരിന് നഷ്ടമുണ്ടാക്കിയ പൊതുമുതൽ നശിപ്പിച്ച കേസുകളിലും, കൂടാതെ പൊതുജനങ്ങളെ സംഘടിതമായി, അതായത് കൂട്ടത്തോടെ പൊതുജനങ്ങളെ സാമ്പത്തികമായി പറ്റിച്ച കേസുകളിലും മാത്രമാണ് അവരുടെ സ്വത്തുക്കൾ കോടതി ജപ്തി ചെയ്തെടുക്കുന്ന നടപടികളൊക്കെ നമ്മൾ വല്ലപ്പോഴെങ്കിലും കാണാറുള്ളത്. പിന്നെ ഇതിലെ നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു മറുപടി ഇപ്പോൾ പറയാം. വർഷങ്ങളോളം ഒരു പ്രതി ഒളിവിൽ പോയാൽ അയാളുടെ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് സാധാരണഗതിയിൽ വിഷയങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതായത് കുറ്റകൃത്യത്തിൽ വീട്ടുകാരെങ്കിലും നേരിട്ട് പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അബറ്ററായി അതായത് പ്രേരകനായി പ്രവർത്തിക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ വീട്ടുകാർക്കെതിരായി പൊതുവിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാകാറുള്ളൂ. അല്ലാത്ത നിലയിൽ ഒളിവിൽ പോയാൽ പ്രതി വരുന്നത് വരെ മറ്റു നടപടികളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്.